ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇടയിൽ പെട്ടുപോയ രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. പലയിടങ്ങളിലും കാര്യമായ നാശനഷ്ടം ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന അത്രത്തോളമൊന്നും ഇല്ലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഹൈ വാല്യൂ അസറ്റ്സ് കാര്യമായി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. യുഎഇയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒമാനിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും കാര്യമായ നാശനഷ്ടം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ ഡ്രോണുകൾ, ഷഹീദ് പോലെയുള്ള ഡ്രോണുകളൊക്കെ എണ്ണപ്പാടങ്ങൾ വരെ കത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ വാല്യൂ അസറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പലതും സക്സസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുഎഇക്കൊക്കെ കാര്യമായ നഷ്ടം, യുഎഇ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾക്ക് കാര്യമായ നഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രയേലിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ നാശനഷ്ടം ഇസ്രയേലിൽ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവ. നമ്മളിത് പറയുമ്പോൾ ഇറാൻ മാത്രമേ ഇത് ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഇറാനെ തകർത്ത് കളയുകയാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് എന്നതിൽ ഒരു തർക്കവും. ഇറാന്റെ കപ്പലുകളെല്ലാം തകർക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം തീർന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇറാന്റെ നഗരങ്ങൾ, അവരുടെ തലസ്ഥാനമടക്കം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കാര്യമായ ആക്രമണം നടന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആയുധ സംഭരണികളെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കേന്ദ്രങ്ങൾ, ഉയർന്ന സ്ഥാപനങ്ങൾ, ഹൈ വാല്യൂ അസറ്റ്സ് എല്ലാം തുടർച്ചയായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇറാന് കണക്കാക്കാൻ കഴിയാത്തത്ര നഷ്ടം ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും യുദ്ധത്തിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത് ആർക്ക് എന്ന് വെച്ചാണല്ലോ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മുന്നിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് ഇറാന്റെ പ്രവർത്തികൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അമേരിക്കയും ഇസ്രായേലുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാൻ അത്ര വലിയ ശക്തിയൊന്നും അല്ല. അതുകൊണ്ടാണ് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് റീജിയണിൽ അടക്കം നടത്തുന്ന ആക്രമണങ്ങൾ ഏറെ ചർച്ചയാവുന്നത്. ഇവിടെയാണ് ഏകദേശം ഏതാണ്ട് 10 മാസം മുമ്പ് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നതും ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയതും. ഇവൻ സൗദി അറേബ്യയുടെ ഒരു ഒഫീഷ്യൽ കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു അഭിമുഖത്തിൽ അമേരിക്ക ഇസ്രയേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഞങ്ങളെ പരിഗണിക്കുന്നേ ഇല്ല എന്ന ഒരു അഭിപ്രായം പറഞ്ഞത് വലിയ ജനശ്രദ്ധ നേടുകയും ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഗൾഫ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാം. ഗൾഫ് രാജ്യങ്ങൾ അത്യാവശ്യം വികസിത രാഷ്ട്രങ്ങളാണ്. വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ലക്ഷറിയസ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് അവര്. അവരുടെ രാജ്യം വളരെ ഡെവലപ്ഡ് ആണ്, വളരെയധികം പൈസ കയ്യിലുണ്ട്, എണ്ണപ്പാടങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ സമ്പത്തിന് യാതൊരു തടസ്സവുമില്ല, കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തെ എന്നും ഭയപ്പെടുകയാണ്. അതിന്റെ കാരണം മടിയിൽ കനമുണ്ട്. ഈ കനം നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായി എന്ന് കരുതുക. ഇറാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. തിരിച്ച് ഇവർക്ക് അങ്ങനെയല്ല. ഇവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒരു മിസൈൽ വന്ന് വീണാൽ പൊടിഞ്ഞു പോകുന്നത് ബില്യൺ കണക്കിന് ഡോളറാണ്. അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങളിൽ മിസൈൽ വന്ന് വീണാൽ നഷ്ടം നികത്താനാകാത്തത്ര വലുതാണ്. യുദ്ധങ്ങളെ അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ എപ്പോഴും ഭയപ്പെടുകയാണ്. ഇപ്പൊ സൗദി കിരീടാവകാശി, വളരെ കരുത്തനായ നേതാവെന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം മറ്റ് ഗൾഫ് രാജ്യങ്ങളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാവരും സംയമനം പാലിക്കണം, ഇറാനെ നമ്മൾ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാൻ പോകണ്ട എന്നാണ്. എന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ അടിച്ചോട്ടെ, നമ്മൾ ഇറാനെ പ്രൊവോക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നികത്താനാകാത്ത നഷ്ടമുണ്ടാകും, നമ്മൾ ഈ കെട്ടിപ്പൊക്കിയ നമ്മുടെ സാമ്രാജ്യമൊക്കെ തകർന്നു പോകും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ അറബികൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലെ അറബികൾക്ക് യുദ്ധം ചെയ്യാനൊക്കെ ഒരല്പം മടിയുള്ള കൂട്ടത്തിലാണ്, അഥവാ പേടിയുള്ള കൂട്ടത്തിലാണ്. അവർക്ക് നേരിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങാനോ അല്ലെങ്കിൽ നേരിട്ട് അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാനോ ഓപ്പറേറ്റ് ചെയ്യാനോ ഒന്നും വലിയ നോളജ് ഇല്ല. അവർ അമേരിക്കയെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അമേരിക്ക തങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് എല്ലാ കരാറുകൾക്കും കൂട്ടുനിൽക്കുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സൈനികരെ തീറ്റിപ്പോറ്റുന്നതും അവർക്ക് സൈനിക താവളങ്ങൾ ഒരുക്കാൻ അവസരം കൊടുക്കുന്നതും എല്ലാം അമേരിക്ക ഞങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ്. പക്ഷെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പൊ നടന്ന സമയത്ത് യുഎഇയും സൗദിയും ഖത്തറും അടക്കം ഉള്ള രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്കയ്ക്കും പരിമിതികളുണ്ട് തങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്. മറ്റൊരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് കാലം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ അവസരത്തിൽ യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, ഹൈ വാല്യൂ അസറ്റ്സിനെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തത്. ഇറാന്റെ ഒരു സാധാരണ തുകട ഡ്രോണ് പോലും
പലയിടങ്ങളിലും കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡ്രോണുകളെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തതെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം മോശമാണെന്ന അർത്ഥമല്ല അതിനുള്ളത്. ഒന്ന്, ഇതെല്ലാം വളരെ കോസ്റ്റ്ലി ആണ്. ഇതിന്റെ പ്രൊഡക്ഷൻ വളരെ സ്ലോയിലാണ് നടക്കുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, എല്ലാത്തരം ഏരിയൽ ത്രെഡ്സിനെയും നേരിടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ 10, 20, 30 വർഷം മുമ്പ് നിർമ്മിച്ച അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് ഡ്രോണുകൾ 1, 2 അല്ല വരുന്നത്, 100 കണക്കിന് ഡ്രോണുകൾ കൂട്ടത്തോടെ വരെയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ബാലിസ്റ്റിക് മിസൈലുകൾ വരെയാണ്, ഇതിന്റെ ഇടയിൽ കൂടെ സൂപ്പർസോണിക് മിസൈലുകൾ വരെയാണ്. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ആകാശ ഭീഷണികളെ നേരിടുമ്പോൾ പലപ്പോഴും എയർ ഡിഫൻസ് സിസ്റ്റംസിന് വേണ്ട രീതിയിൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ശത്രുവിന്റെ പല ആക്രമണങ്ങളും വിജയം കാണുകയാണ്. അവിടെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ആധുനിക പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായക നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ശത്രു രാജ്യങ്ങൾ ഒരേ സമയം ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രതിരോധ കവചം ഭേദിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഉയർത്തിയ അദൃശ്യമായ മതിൽ അതെന്താണെന്ന് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുകയാണ്. അമേരിക്ക പോലും മനസ്സിലാക്കുകയാണ്. ഇന്ത്യ അങ്ങനെ വലിയ ശക്തിയൊന്നും ആയിരുന്നില്ല എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് റഷ്യയുടെ S-400 വാങ്ങേണ്ട ആവശ്യം വരുമായിരുന്നില്ല. നമ്മൾ തദ്ദേശീയമായിട്ട് ചിലതൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ എയർ ഡിഫൻസ് സിസ്റ്റംസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്ത്രപരമായി നമ്മൾ ശത്രുവിന്റെ എല്ലാ ശ്രമങ്ങളെയും തകർക്കുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ പ്രയോഗിച്ച തന്ത്രം വളരെ ലളിതമായിരുന്നു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ത്യയുടെ റഡാറുകൾക്കും മിസൈലുകൾക്കും തകർക്കാൻ കഴിയുന്നതിലധികം ലക്ഷ്യങ്ങൾ ആകാശത്തേക്ക് എത്തിക്കുക. തുർക്കിയുടെ അത്യാധുനികമായ ഡ്രോണുകളും ചൈനീസ് നിർമ്മിത മിസൈലുകളും ഉപയോഗിച്ച് നമ്മുടെ എയർബേസുകളെ നിശ്ചലമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇന്ന് ഏതാണ്ട് അതേ രീതി തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെയും ഉപയോഗിക്കുന്നത്. ആ ഒരു തന്ത്രം തന്നെയാണ് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനും ഉപയോഗിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഈ തന്ത്രത്തെ തകർത്തെറിയുകയാണ് ചെയ്തത്. ഇവിടെ ആയുധങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, യുദ്ധതന്ത്രങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ശത്രുവിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ആവശ്യമായിരുന്നു. അത് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യക്ക് മേൽക്കൈ നൽകിയത് വെറും ആയുധങ്ങൾ മാത്രമല്ല, മറിച്ച് കൃത്യമായ ഡേറ്റകൾ കൂടിയാണ്. ഇന്ത്യയുടെ സൈനിക ഉപഗ്രഹങ്ങൾ ശത്രുവിന്റെ വിക്ഷേപണ തറകളിൽ നിന്നുള്ള ചെറിയ ചലനങ്ങൾ പോലും തത്സമയം നിരീക്ഷിച്ചുകൊണ്ട് കൃത്യമായുള്ള ഡേറ്റകൾ കൈമാറിക്കൊണ്ടേയിരുന്നു. ശത്രുവിന്റെ മിസൈലുകൾ അതിർത്തി കടക്കുന്നതിന് മുൻപേ അവയുടെ പാത കണക്കുകൂട്ടാൻ ഇത് ഇന്ത്യയെ സഹായിച്ചു. ഇനി ആകാശ് തീറിന്റെ കാര്യം പറഞ്ഞാൽ, ഇത് വെറുമൊരു ആയുധമല്ല, ഒരു കൺട്രോൾ സെന്റർ ആയിരുന്നു. സാധാരണ നിലയിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തുക റഡാറുകൾക്ക് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആകാശ് തീർ വഴി കരസേനയുടെ എല്ലാ റഡാറുകളെയും ഒരൊറ്റ ശൃംഖലയിൽ കോർത്തിണക്കുകയും അതിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുകയുമാണ് ഇന്ത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരിടത്തും കാണാത്ത ഡ്രോണിനെ മറ്റൊരു സെൻസർ കണ്ടെത്തുകയും സെക്കൻഡുകൾക്കുള്ളിൽ ഇത് വെടിവെച്ചിടാൻ ഉത്തരവ് നൽകുകയും ചെയ്യുന്നു. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈല് ഓപ്പറേഷൻ സിന്ദൂറിൽ വഹിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ഇതിന്റെ ശേഷി വളരെയധികം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. 2025 ആക്രമണത്തിൽ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ വില കൂടിയ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ആകാശ് മിസൈലുകൾക്ക് സാധിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറുന്നത് അങ്ങനെയാണ്. ശത്രു രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് യുദ്ധമുറകളെ പ്രത്യേകിച്ച് കൂട്ടമായിട്ട് പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 600ഓളം ഡ്രോണുകൾ വരെ ഒരേ സമയത്ത് കൂട്ടമായിട്ട് ഇന്ത്യയുടെ നേരെ അയക്കുകയുണ്ടായി. ഇങ്ങനെ ഉണ്ടാവുന്ന കൂട്ടമായി വരുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നമുക്ക് S-400 തന്ന റഷ്യ പോലും പലപ്പോഴും ഡ്രോൺ ആക്രമണത്തിൽ പതറിപ്പോകുന്നത് നമ്മൾ കണ്ടു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ലോകം കണ്ട വലിയൊരു പാഠവും ഇത് തന്നെയാണ്. എത്ര വലിയ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിലും, അതായത് S-400 അടക്കം ലോകത്തിലെ മികച്ച പ്രതിരോധ സംവിധാനമുണ്ട് എങ്കിലും അതുകൊണ്ട് മാത്രം നമുക്കൊരു യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം 100 കണക്കിന് ഡ്രോണുകളെ അയച്ച് ആ ഒരു ഡിഫൻസ് സിസ്റ്റത്തെ പോലും നമുക്ക് തകർക്കാൻ, അല്ലെങ്കിൽ അതിനെ പോലും നമുക്ക് തെറ്റിദ്ധരിപ്പിച്ച് വിജയം കൊയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാഹചര്യം ഇന്നുണ്ട്. അവിടെയാണ് ഇന്ത്യയുടെ മൾട്ടി ലെയർഡ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ പോലും ഭാവിയിൽ
ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ പോകുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരുപക്ഷെ മാറി നിൽക്കുന്ന, അതിൽ പങ്കെടുക്കാതെ യാതൊരു റോളും ഇല്ലാതെ നിൽക്കുന്ന ഇന്ത്യക്കായിരിക്കും ഇൻഡയറക്ട്ലി ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത്. ഗുണം എന്ന് ഞാൻ പറഞ്ഞത്, ഭാവിയിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോലും വലിയ ഡിമാൻഡാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം കാരണമാവുകയും ചെയ്യും. ഒരു ശത്രു മിസൈലോ ഡ്രോണോ വരുമ്പോൾ അതിനെ തകർക്കാൻ ഇന്ത്യ ഒരു ആയുധത്തെ അല്ല, മറിച്ച് പല ഘട്ടങ്ങളിലുള്ള പ്രതിരോധ നിരയായിരുന്നു ഉപയോഗിച്ചത്. ഒന്നാമത് ലോങ് റേഞ്ച്, ദൂരെയുള്ള വലിയ ഭീഷണികളെ നേരിടാൻ S-400 എന്ന് പറയുന്ന അത്യാധുനികമായിട്ടുള്ള റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തെയും പ്രോജക്റ്റ് കുശ എന്ന ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രോജക്റ്റിനെയും ഇന്ത്യ ഉപയോഗപ്പെടുത്തുന്നു. ഇടത്തരം ദൂരത്തിൽ വരുന്ന മിസൈലുകളെയും വിമാനങ്ങളെയും തകർക്കാൻ MRSAM എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ബരാക്ക് 8 പോലെയുള്ള മിസൈൽ സിസ്റ്റംസ്. ഇനി കുറഞ്ഞ ദൂരത്തിൽ അതിവേഗം വരുന്നവയെ നേരിടാൻ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ആകാശ് മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഡ്രോണുകളെയും ലോയിറ്ററിംഗ് മ്യൂണിഷനുകളെയും തകർക്കാൻ വേണ്ടിയിട്ട് അത്യാധുനിക തോക്കുകളും ലേസർ അധിഷ്ഠിത സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. ആയുധങ്ങൾ എത്രയുണ്ടെങ്കിലും അവയെ ഏകോപിപ്പിക്കാൻ ഒരു കേന്ദ്രീകൃത സംവിധാനം വേണം. ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമാണ് ഇവിടെ ആ റോള് ഇന്ത്യയിൽ വഹിക്കുന്നത്. റഡാറുകൾ, സാറ്റലൈറ്റുകൾ, വിമാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് വരുന്ന ഭീഷണി ഒരു ഡ്രോൺ ആണോ മിസൈൽ ആണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കാൻ ഏറ്റവും അനുയോജ്യമായ ആയുധം ഏതാണെന്ന് സിസ്റ്റം തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആകാശ് തീർ, ഇന്ത്യൻ ആർമിയുടെ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഈ സംവിധാനം താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളെയും മറ്റും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും സെൻസറുകളെയും ആയുധങ്ങളെയും തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ രീതി ഇനി മുതൽ ലോകം പഠിക്കാൻ പോവുകയാണ്. ഒരു സെൻസർ ശത്രുവിനെ കണ്ടാൽ ആ വിവരം ഉടൻ മുഴുവൻ നെറ്റ്വർക്കിനും ലഭ്യമാകും. ഒന്നാമത്തെ പ്രതിരോധ നിര പരാജയപ്പെട്ടാൽ രണ്ടാമത്തെ നിര തനിയെ സജീവമാകുന്നു. AI ഇന്റഗ്രേഷൻ ഇവിടെ വളരെ പ്രധാനമാണ്. മനുഷ്യ സഹായമില്ലാതെ തന്നെ അതിവേഗത്തിൽ ലക്ഷ്യങ്ങളെ തരംതിരിക്കാനും വെടിയുതിർക്കാനുമുള്ള ഇന്ത്യയുടെ AI ടെക്നോളജി വലിയൊരു പങ്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലും വഹിച്ചിട്ടുണ്ട്. D4 സിസ്റ്റം പോലെയുള്ള ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡ്രോണുകളെ നേരിടാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, നമുക്കറിയാത്ത എത്രയോ സംവിധാനങ്ങൾ, ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ സക്സസ് ആവുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് തുർക്കിയുടെയും ചൈനയുടെയും എന്തിനേറെ പറയുന്ന അമേരിക്കയുടെയും യൂറോപ്പിന്റെയും അടക്കം ആയുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു. അതിനെയൊക്കെയാണ് നമ്മൾ നേരിട്ടത്. അതായത് ഇന്ത്യക്ക് ഒരു ഹൈ വാല്യൂ അസറ്റും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നഷ്ടമായില്ല എന്നത് പ്രത്യേകം ഓർക്കണം. എന്നാൽ ഇപ്പോൾ UAEയും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ഇസ്രായേൽ പോലും അവരുടെ അയൺ ഡോം ഏറ്റവും മികച്ചതാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. പക്ഷെ ഇസ്രായേലിന് പോലും കനത്ത നാശനഷ്ടം പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇറാൻ കാണിക്കുന്ന ഒരു ആവേശവും ഒരു വൈരാഗ്യ ബുദ്ധിയും ഉണ്ടല്ലോ, അതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അടുത്ത് ഏതാനും ദിവസങ്ങൾ കാണിച്ചത്. അപ്പൊ ആ സമയത്ത് അവരുടെ മാക്സിമം ശക്തി എടുത്താണ് നമ്മളെ അടിച്ചത്. കാരണം നമുക്ക് നല്ല രീതിയിൽ തിരിച്ചടി കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ഇന്നിപ്പോ ഇറാൻ ചെയ്യുന്നത് പോലെ പാകിസ്ഥാൻ നമുക്കെതിരെ ചെയ്തു. പക്ഷെ എന്നിട്ടും നമുക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മുടെ ഹൈ വാല്യൂ അസറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിഞ്ഞു. ഇനിയുള്ള നാളുകളിൽ വികസിത രാഷ്ട്രങ്ങൾ, ഗൾഫ് മാത്രമല്ല മറ്റ് വികസിത രാഷ്ട്രങ്ങൾ, ഒരുപക്ഷെ യൂറോപ്പിൽ നിന്ന് പോലും ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങൾ വാങ്ങുന്നതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു, ആധുനിക യുദ്ധത്തിൽ ഇത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത മറ്റൊരു രാജ്യത്തെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ അതുകൊണ്ട് തന്നെ ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന് മുകളിൽ ഇന്നേ വരെ ഒരു രാജ്യത്തിനും വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ടെക്നോളജി പരമായിട്ട് നോക്കിയാൽ പല മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും പോലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ബെഞ്ച് മാർക്കിന് മുകളിലേക്ക് പോകാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നത് നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യമാണ്. നമ്മൾ നേരിട്ടത് ഇറാനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനെയാണ്. ആ പാകിസ്ഥാനെയാണ് നമ്മൾ തറ പറ്റിച്ചത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോ അമേരിക്ക, ഇസ്രായേൽ എല്ലാം ഒന്നിച്ചു നിന്നിട്ടാണ് ഇറാനെ നേരിടുന്നത്. എന്നിട്ടും ഇറാന്റെ ആക്രമണങ്ങൾ വിജയം കാണുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ശത്രുവിന്റെ നടു ഒടിച്ചിട്ടത് കൊണ്ടാണ് അവർക്ക് ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിക്കേണ്ടി വന്നത്. ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇപ്പോഴും ഇറാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നത്, ഇറാൻ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നത്. അപ്പൊ ഭാവിയിൽ നമുക്ക് നോക്കാം ഏതൊക്കെ ഗൾഫ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ സഹായം തേടാൻ പോകുന്നതെന്ന്. കാരണം അവർക്ക് മനസ്സിലായി US മാത്രം ആയുധങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇന്ത്യയെ പോലത്തെ ഒരു ശക്തിയുടെ സഹായം ആവശ്യമാണ് എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഇന്ത്യ കരുതലോടെ മാത്രം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇറാനും നമ്മളും തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇറാനെ കൊണ്ട് കാര്യമായ ഗുണവും നിലവിലില്ല. അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല, നമ്മുടെ വ്യാപാര പങ്കാളികളൊക്കെയാണ്. ഇന്ത്യയിലെ ഹെവി ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ ആവശ്യമുണ്ട്. അപ്പൊ നാളെ അവർക്ക് നമ്മളെ ആവശ്യമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. UAE ഓൾറെഡി തന്നെ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് കരാറുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതിനു പുറമെ കൂടുതൽ രാജ്യങ്ങൾ, നമുക്കറിയാം ഈ ഒരു യുദ്ധം അവസാനിക്കുന്നതോടെ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ പോവാണ്. മറ്റൊരു വീഡിയോയുമായി